കുട്ടി എന്തോ നമുക്കിനി ഫേവറേറ്റ് സോങ് റൗണ്ടിലായാലോ? അതെ, അടുത്ത ആള്. ലെറ്റ്സ് വെൽക്കം അന്ന റോസ് ഓൺ സ്റ്റേജ്. ഹലോ ഹലോ ഹലോ. MG ഞങ്ങളുടെ ഫേവറേറ്റ് കളറ്. അതെ. ഓ ലാവൻഡർ. എന്റെയും ഭയങ്കര ഫേവറേറ്റ് കളർ ആയത്. എനിക്ക് ഇതിന്റെ എല്ലാ പെർഫ്യൂംസും അതുപോലെ തന്നെ സോപ്പ് ഞാൻ മോട്ടിക്കും. ലാവെൻഡറിന്റെ ഒന്നും കൊണ്ടുവരുന്നു ചുരുക്കം. എന്നിട്ട് ലാവെൻഡർ കളറുള്ള ഡ്രസ്സുകൾ ഇടാനാണോ കൂടുതൽ ഇഷ്ടം? അല്ല, അത് കൂടുതലും സ്ത്രീകൾക്കാണ് അത് ചേരുന്നത് കൂടുതലും. എന്നാലും ഇതിന്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കിട്ടിയാൽ ഞാൻ ഇടും. ഒരു കൈ നോക്കൂ അല്ലേ? പലയിടത്തും നോക്കാറുണ്ട്, കിട്ടിയില്ല. നല്ല ഡ്രസ്സ് മോളെ, സൂപ്പർ ഡ്രസ്. കാരണം കോസ്റ്റ്യൂം ഈസ് ഗുഡ്. വെള്ള ഷൂസ്, നല്ല രസം, മാച്ചിങ്. എപ്പോഴും നല്ല ചാടിത്തുള്ളി, നല്ല ചിരിച്ച് എന്തെങ്കിലും അഥവാ കമന്റ്സിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും അന്ന റോസ്, അന്ന ചക്രയുടെ മുഖം വാടൂല. അത് വാടാതിരിക്കട്ടെ കേട്ടാ. അറിഞ്ഞില്ല ഏത് പാട്ടെന്ന്. ഞാൻ കണ്ണൻ എന്ന പേരാണ് പാടുന്നത്. കണ്ണൻ എന്ന പേരോ? കണ്ണൻ എന്നു പേര്, രേവതി നാള്. വരട്ടെ. ഓക്കെ, മ്യൂസിക് ജോൺസൺ മാഷ്, എഴുതിയത് കൈതപ്രം സാർ, പിന്നെ പാടിയത് ചിത്രാമ്മ. മൂവി ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ. പിന്നെ ഇയർ 1995. ഇപ്പൊ സ്വന്തം നാള് വെച്ച ഒരു പാട്ട് കേൾക്കുമ്പോ ഒരാളുടെ സന്തോഷം. എവിടെയെങ്കിലും ഉത്രട്ടാതി കൂടിയ ഒരു പാട്ടുണ്ടോ? ഉത്രട്ടാതിയിൽ ഉച്ചയ്ക്ക് വള്ളം കളി. പോരെ. നല്ല സന്തോഷം വരുന്ന വള്ളം കളിക്കൊക്കെ ഉള്ള ഒരു നല്ല സമയമാണ്, ആഘോഷത്തിന്റെ സമയമാണ്. അവിടെയാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്, ഉത്രട്ടാതി. പക്ഷേ ഈ ഒരു പാട്ട് നമ്മുടെ MG സാറിന് മാത്രം വേറെ കാര്യം കൂടെ പറയാം. ഇത് AVMC തിയേറ്ററിലാണ് ഈ സോങ് റെക്കോർഡ് ചെയ്ത്. അവിടെ നല്ല തണൽ മരങ്ങളുണ്ട്. അതിന്റെ ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ കെട്ടിയിട്ടുണ്ട്. അവിടെ ഇരിക്കുക, കാപ്പ് കുടിക്കുക, ചായ കുടിക്കുക. ഞാൻ ഇരുന്നപ്പോൾ കൈതപ്രം സാർ എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു, കൊള്ളാം, ഇത് കണ്ണൻ എന്ന പേര്, രേവതി നാള്, ഉയരങ്ങളിൽ എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എന്നെ പറ്റിയാണോ എന്ന് ചുമ്മാ ഒന്ന് ചോദിച്ചു. അവ പറഞ്ഞു, കൈതപ്രം സാർ പറഞ്ഞു എന്റെ നാളും രേവതിയാന്ന്, നാളും രേവതിയാണ്. അത് വെച്ചങ്ങ് മോളെ പഠിച്ചോ? നന്നായി പാടേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കണ്ണനിങ്ങു പേര്, രേവതി നാള്, ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം. മടിയിലുറങ്ങുമ്പോൾ തിങ്കളാണിവൻ, മടിയിലുറങ്ങുമ്പോൾ തിങ്കളാണിവൻ. സൂര്യനായി ഉണരുമിൻ കൈകളിൽ, കണ്ടാലും കണ്ടാലും കൊതി തീരില്ല. കണ്ണനിങ്ങു പേര്, രേവതി നാള്,
നാള് ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം മടിയിലുറങ്ങുമ്പോൾ തിങ്കളാണിവൻ സൂര്യനായി ഉണരുമെൻ കൈകളിൽ കണ്ടാലും കണ്ടാലും കൊതി തീരില്ല അന്നക്കുട്ടി എന്തോ നന്നായിരുന്നു കേട്ടോ, താങ്ക് യു. നന്നായിട്ട് പാടി. സാധാരണ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. മോക്ക് പാട്ട് സെലക്ട് ചെയ്യാൻ ഒരു ജോണർ വേണമല്ലോ അല്ലേ, ആ വോയിസ് റേഞ്ച് വെച്ച് നന്നായിരുന്നു. കുറച്ച് 2-3 സ്ഥലങ്ങളിലാണ് ദീപമൊഴിഞ്ഞു മൂവന്തി. അവിടെ നിന്ന് പാടി നോക്കി ഒന്നുകൂടെ കിട്ടുമോ നോക്കട്ടെ. ദൂരെ ഒഴിഞ്ഞു ദൂരെ ഒഴിഞ്ഞു നാവോര് ദീപമൊഴിഞ്ഞു മൂവന്തി. വിറപ്പിക്കണ്ട, മൂവന്തി പ്ലെയിൻ ആയിട്ട് നിർത്തിയാൽ മതി. ദീപമൊഴിഞ്ഞു മൂവന്തി. ഓക്കെ, ബ്യൂട്ടിഫുൾ. അടുത്തത് ആലിലെ കണ്ണനാ 2 ലൈൻ. ആലിലക്കണ്ണന് ചോറു കൊടുക്കാനല്ലോ ശ്രീ ഗുരുവായൂരെ തൃക്കൈ വെണ്ണ. അടുത്തത് കല്ലെടുത്തുമ്പി. കല്ലെടുത്തുമ്പി പൂത്തുമ്പി ചക്കരമാവിൽ ഒന്നോട് പാടി. ചക്കരമാവിൽ ചക്കരമാവിൽ കല്ലെറിയാൻ. ശ്രുതി നോക്കിക്കോണേ, ശ്രുതി. ഇത്രയൊക്കെ ഉള്ളൂ. വലിയൊരു ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, മോള് പാടിയത് നന്നായിരുന്നു. ഒരു സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഈ ശ്രുതിയില് കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിച്ചോളൂ. നന്നായിരുന്നു. മോളെ നന്നായി പാടി. നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അതായത് നല്ലൊരു ഒഴുക്കുണ്ടായിരുന്നു മോളുടെ സിംഗിങ്ങില്. പിന്നെ ചെറിയ ചെറിയ ശ്രുതി പ്രശ്നങ്ങൾ, അത് ചെറിയൊരു അശ്രദ്ധ കാരണമാണ്. അത് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ ഓവറോൾ നല്ല ഹാപ്പി ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അതും വൈറ്റാലിറ്റി ഉണ്ടായിരുന്നു സിംഗിങ്ങിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് ഗുഡ് സിംഗിങ് കേട്ടോ. എങ്ങനെ കിട്ടി വൈറ്റാലിറ്റി? അതെ, ഞാനും വയറ്റി പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചോ? ചേച്ചിയുടെ മുഖം നോക്ക്. അതല്ല, ഞാൻ ഗായ കഴിഞ്ഞിട്ട് പറയാമെന്ന് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. എനിക്കറിയാം അവിടുന്ന് എന്തെങ്കിലും ഒരു സംഭവം. കാരണം അങ്ങനെ എല്ലാരും യൂസ് ചെയ്യുന്ന വാക്കുകളൊന്നും അല്ല വരുന്നത്. കുറച്ച് ക്ലാസ്, ഹൈ ക്ലാസ്, അങ്ങനെ അങ്ങനെ. അതെ അതെ. പക്ഷെ ഞാനിതിപ്പോ എന്റെ ഇതില് ആവനാഴിയിലെ ഒരു ഏറ്റവും വില കുറഞ്ഞ വാക്കുകൾ മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കൊക്കെ മനസ്സിലാവായിരുന്നു. ഞങ്ങൾക്ക് വില കൂടി വില കുറഞ്ഞെന്ന് ഉദ്ദേശിക്കുന്നത് അതായത് കുറെ വെയിറ്റ് കുറഞ്ഞതും കുറച്ചു പേർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ളത് മാത്രം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കയ്യില് അതൊക്കെ ബോധം കെട്ട് വീഴും. വീഴട്ടെ, ബോധം കെട്ട് വീഴട്ടെ. അപ്പൊ അടുത്ത കമന്റിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള കമന്റ്. നിങ്ങള് സ്റ്റേ ട്യൂൺഡ്, വിട്ടുപോകരുത്. ഗാവുന്റെ ഒരു കമന്റ് ഉണ്ട്. 1.5 പൊട്ടാത്ത വാക്കുകൾ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെയുള്ള ഇതുവരെ അല്ലെ പോകാത്ത രീതിയിലുള്ള ഒരു കമന്റുകള്. മോളെ എനിക്ക് പക്ഷേ ഉണ്ടല്ലോ, മോളുടെ ഇത്രയും നാളെ പെർഫോമൻസിൽ ഒരുപാട് ചിലപ്പോൾ ഒത്തിരി ഇച്ചിരി കൂടുതലൊക്കെ കമന്റ്സ് കേട്ടിട്ട് വിഷമിച്ചൊക്കെ പലപ്പോഴും പോകുമ്പോൾ എനിക്കും വിഷമം വന്നിട്ടുണ്ട്. അതിൽ മച്ചാനെ നീ കഴിഞ്ഞ പ്രാവശ്യം നല്ല മാർക്കും, ഇപ്പൊ ഭയങ്കര ഇമ്പ്രൂവ്മെന്റിന്റെ ഇതിലോട്ട് പോവാണ്. എനിക്ക് ഈ പാട്ട് മോൾ ഇത്രയും നാളും പാടിയിൽ വെച്ചിട്ട് മോക്കും കുറച്ചുകൂടി ഒരു സന്തോഷമില്ല കേൾക്കപ്പം. ഒരുപാട് ഇമ്പ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ രീതിയിലാണ്? കുറെ കഷ്ടപ്പെടുന്നുണ്ട് അല്ലെ, നല്ല രീതിയിൽ വോയിസ് കുറച്ചുകൂടെ ഒക്കെ ഇതാക്കാനും ടൈപ്പും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പൊ ഞാൻ 5 മണിക്ക് എഴുന്നേക്കാം. അടുത്ത വീടുകളൊക്കെ ഉണ്ടോ? എന്തിനാ? അല്ല, അപ്പൊ അവരുടെ ഉറക്കം പോകും, അതറിയാനാ. വീട്ടിൽ എന്റെ അതിനെക്കാട്ടിലും നേരത്തെ എഴുന്നേക്കും. എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു കേട്ടോ. അവൻ കറക്റ്റ് 5 മണിക്ക് 4:30 മണിയാകുമ്പോ എണ്ണീക്കും. അവൻ ഈ പ്രാക്ടീസ് ചെയ്യും, ചെണ്ട പ്രാക്ടീസ് ചെയ്യും, എന്നിട്ട് ചെണ്ടടി പ്രാക്ടീസ് ചെയ്യും. ആർക്കും ഒരു ശല്യം ഇല്ലാത്തൊരു സാധനം. ഒരു ശല്യമില്ല. എനിക്കൊക്കെ ഒരു 8 മണി വരെ കടന്ന് ഉറങ്ങണം. എങ്ങാനും വല്ല പുള്ളിയെ കൊണ്ടുവിടാം. അങ്ങനെ നേരത്തെ എണീക്കുന്ന ഒരു സൗഹൃദം എനിക്ക് വേണ്ട. അഥവാ കൊടുത്തി കിടക്കുന്ന ആരെങ്കിലും നേരത്തെ എണീക്കാൻ താല്പര്യം, ഞാൻ പറയും പതുക്കെ തുറന്നോണം മാത്രം. കട്ടനൊക്കെ കൂരിട്ട് വേണം. ഞാൻ എണീക്കുമ്പോ മാത്രം ഒച്ച പാടുള്ളൂ. പക്ഷെ നല്ല ശീലാട്ടാ, നല്ല കുട്ടി. താങ്ക് യു. So മോളെ, we are giving you 99 out of 100.
ആടി ഒരു കൈതപ്രം പൂക്കുറ്റി. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. പക്ഷെ അതിന് മുമ്പ് ഇപ്പൊ ഒരു താരാട്ട് പാട്ടല്ല നമ്മൾ കേട്ടത്. ആൺകുട്ടിക്കാണെങ്കിൽ 2 അമ്മമാരുണ്ട്. അപ്പോ ഈ അമ്മമാര് ഈ പാട്ടിന് മകളുടെ അടുത്ത് ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നതാണ് അതിന്റെ ഒരു ശരിയെന്നാണ് തോന്നുന്നത്. ഇതുണ്ട്, അതായത് ഈ മൂവിയുടെ പേര് ഇരട്ടക്കുട്ടികളുടെ അച്ഛനാണല്ലോ, അപ്പൊ അതായിട്ട് ഭയങ്കര സിങ്കാണല്ലോ. അപ്പൊ 2 ഇരട്ട കുട്ടികൾ ഇവിടെ വേദിയിലേക്ക് കടന്നു വന്നാലും. അപ്പൊ അങ്ങനെയാണ് കാര്യം അല്ലേ? ഇരട്ടക്കുട്ടികളുടെ കുട്ടി. സാറ് നമുക്കൊരു ടാസ്ക് കൊടുത്താലോ? എന്തായാലും 2 അമ്മമാര് വന്നു, ഒരു താരാട്ട് പാട്ടാണ് കേട്ടത്. ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ്. അപ്പൊ ഇവരുടെ ഫാമിലി ആയിട്ട് അത്രയും കണക്ട് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ നമ്മൾ ഈ ഇപ്പോ നമ്മുടെ അന്നക്കുട്ടി പാടിയ പാട്ടൊന്ന് വീണ്ടും കേൾപ്പിക്കുന്നു. ഇവിടെ ഒരു ചെറിയൊരു ആക്ട്, 2 അമ്മമാരുടെ വാത്സല്യം. ഓക്കെ, ശരി. കണ്ണനെന്നു പേര് രേവതി നാള് ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം മടിയിലുറങ്ങുമ്പോൾ തിങ്കളാണിവൻ മടിയിലുറങ്ങുമ്പോൾ തിങ്കളാണിവൻ സൂര്യനായി ഉണരുമെൻ കൈകളിൽ കണ്ടാലും കണ്ടാലും കൊതി തീരില്ല കണ്ണനെന്നു പേര് രേവതി നാള് ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം. അസൂയ തോന്നിപ്പോയി. അടിപൊളി കേട്ടോ, നല്ല രസം. പിന്നെ വേറൊരു സന്തോഷം എന്ന് വെച്ചാ എന്റെ 2 പപ്പമാരും ഒന്ന് വന്നിട്ടുണ്ട്. ഹലോ. അവര് ഇന്ന് ആദ്യമായിട്ടാണ് സ്റ്റേജിൽ വരുന്നത്. അന്നക്കുട്ടിയുടെ ഇന്ന് 2 പേരും ഉണ്ട്, അതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷവും അപ്പൊ നല്ലൊരു ദിവസമാണെന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പാട്ടാണ് ഇപ്പൊ പാടിയത് അന്നക്കുട്ടി. എന്തായാലും വളരെ മനോഹരമായിരുന്നു കേട്ടോ. ഭയങ്കര ടച്ച്ഡ് ആയി പോയി, ഭയങ്കര ഇമോഷണൽ ആയി ഞാൻ ശരിക്കും കണ്ടിട്ട്. ഒരമ്മയുടെ സ്നേഹം തന്നെ ഭയങ്കര ഇതാ, ഭയങ്കര ലക്കി. 2 പേരും 2 അച്ഛന്മാരും 2 അമ്മമാരും. ഓ, എന്ത് വേണം ശരിക്കും. ഗോഡ് ബ്ലെസ്. ഇനി എന്ത് വേണം അല്ലേ? നമ്മൾ ആ സ്പോട്ടിലൊന്ന് പറഞ്ഞപ്പോഴേക്കും അവര് സ്പോട്ടാണ് കാര്യങ്ങൾ. അടിപൊളി, അടിപൊളി. താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു, ബൈ. ഇത് ക്യാരക്ടർ റൗണ്ടാണ് വരാൻ പോകുന്നത്. വരുമ്പോഴേ നമ്മൾ കണ്ടുപിടിക്കണം ഇത് ഏത് ക്യാരക്ടർ ആണെന്ന്. ഓക്കെ, ധ്യാൻ കുട്ടനാണ്.